ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ പൊതുവെ SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ലക്ഷ്യം RSSനെ എതിർക്കാൻ വേണ്ടിയാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. നമുക്കറിയാം, എണ്ണമറ്റ തീവ്രവാദ സംഘടനകളുണ്ട് ഈ ലോകത്ത്. ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിലാണെന്ന് മാത്രം. ഈ പക്ഷേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളല്ല. പക്ഷേ തീവ്രവാദ സംഘടനകളെല്ലാം മുസ്ലിങ്ങളാണ്. ഇസ്ലാമിനെ മാത്രം ലോകം മുഴുവനും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരത്തരം സംഘടനകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അവരുടെയും അവകാശവാദം അത് തന്നെയാണ്. എല്ലാ തീവ്രവാദ സംഘടനകളും മുസ്ലിങ്ങളാണ്. അവരൊക്കെ പ്രാവർത്തികമാക്കുന്നത് ഇസ്ലാമിക നിയമം തന്നെയാണ്. അവരുടെ നാവിൽ നിന്നെങ്ങാനും അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഓടി ഒളിക്കുന്നു. ഇനിയും RSSനെയും BJP-യെയും ഹിന്ദുത്വ വർഗീയതയെയും എതിർക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് എന്ന് വാദിക്കുന്നവർ പറയണം, സ്വീഡനിൽ ഏത് RSS ആണുള്ളത്? പക്ഷേ സ്വീഡനിൽ തീവ്രവാദ സംഘടനയുണ്ട്, മുസ്ലിം തീവ്രവാദികളുണ്ട്. ഇസ്ലാമിക ഭീകരതയുടെ അഴിഞ്ഞാട്ടം സ്വീഡനിൽ നടന്നതുകൊണ്ടാണ് ഖുർആനൊക്കെ സ്വീഡനിൽ നിന്ന് കത്തിയത്. തെരുവോരങ്ങളിൽ നിന്ന് നമസ്കരിച്ചത് അവിടെ പള്ളിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവിടെ ഒരു റോഡ് ഷോ നടത്തണം. ഇവർക്ക് അഭയം നൽകിയ അമുസ്ലിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കണം. ഇവർക്ക് സ്പെയിനിലോ ഫ്രാൻസിലോ ഉണ്ടോ? ഫ്രാൻസിലും സ്പെയിനിലും ഒക്കെ വലിഞ്ഞു കയറി ചെന്ന അഭയാർത്ഥികളായ ആളുകൾ പിന്നീട് അവരുടെ മതവും അവരുടെ മതനിയമവും മാത്രം ആ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്മാർക്ക് തലകൾ നഷ്ടപ്പെട്ടത്. ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ RSSോ BJPയോ ഉണ്ടോ? ഹിന്ദുത്വ സംഘടനകളുണ്ടോ? എങ്ങനെയാണ് അവിടെയൊക്കെ ഇസ്ലാം മത തീവ്രവാദം ഇങ്ങനെ തഴച്ചു വളർന്നത്? അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഉണ്ടോ? നൈജീരിയയിലുണ്ടോ? സിറിയയിലുണ്ടോ? പക്ഷേ ഇവിടെയെല്ലാം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളില്ലേ? ഈ ഇസ്ലാമിക തീവ്രവാദികൾ അമേരിക്കയിലും സ്വീഡനിലും സ്പെയിനിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ കൊല്ലുന്നത് RSSനെയും BJP-യെയുമാണോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് RSSനെയും BJP-യെയും എതിർക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ എന്ന് പറയുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. അതായത് ഖുർആനിന്റെ ഭാഷയിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഫാറുകൾ, കാഫിറുകൾ, നിഷേധികൾ. ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഏതൊരാളും കൊല്ലപ്പെടേണ്ടവനാണ് ഇസ്ലാമിന്റെ കണ്ണിൽ. ഇനിയും ഇന്ത്യയിലെ RSSനെ ഇല്ലാതാക്കുക എന്നതാണോ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ പൂഞ്ഞാറ് പള്ളിമേടക്കകത്ത് ചെന്നിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ ലക്ഷ്യം അമുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഒക്കെ അവരുടെ ലക്ഷ്യമാണ്. പിന്നെ അവര് RSSകാരെ മാത്രമല്ല കൊല്ലുന്നത്, ഇന്ത്യയിലായിരുന്നാലും ശരി. കാഫിറുകളെ മുഴുവനും ഒന്നടങ്കം ഇല്ലാതാക്കാൻ RSS തടസ്സമാണ്, BJP തടസ്സമാണ്. അതായത് ഇന്ത്യയെ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ത്യയെ പാകിസ്ഥാനാക്കി മാറ്റാൻ തടസ്സം നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കുക. മറ്റേത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുന്ന അമുസ്ലിം സംഘടനകളെ, അതായത് RSSനെയും BJP-യെയും കാസ പോലെയുള്ള സംഘടനകളെയും ഇവർ എതിർക്കുന്നു. ഓരോ RSSകാരൻ കൊല്ലപ്പെടുമ്പോഴും അവൻ മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അവൻ അറിയില്ല. ഓരോ BJP-കാരൻ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുമ്പോഴും അവർക്കറിയില്ല, രഞ്ജിത് ശ്രീനിവാസൻ അറിയില്ല എന്തിന്റെ പേരിലാണ് താൻ കൊല ചെയ്യപ്പെട്ടതെന്ന്. അതായത് മൊത്തോ കാഫിറുകൾക്കും വേണ്ടിയാണ് ഈ കൊല നടക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഖുർആനിക നിയമപ്രകാരം ലോകത്തുള്ള മുഴുവൻ അമുസ്ലിമീങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഒരു നമ്മളോടുള്ള കൽപ്പനയുണ്ടല്ലോ, അള്ളാഹുവിന്റെ തീരുമാനം നിറവേറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ആജ്ഞകൾ, അള്ളാഹുവിന്റെ കൽപ്പനകളാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ടും SDP-യും ഹമാസും അൽ ഖ്വയ്ദയും താലിബാനും തുടങ്ങിയ
എണ്ണമറ്റ തീവ്രവാദ സംഘടനകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗൂഗിളിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ജിഹാദ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്താണ് ജിഹാദ്. വെബ്സൈറ്റിൽ കയറി നോക്കണം എന്താണ് ജിഹാദ്, ആർക്കെതിരെയാണ് ഇവർ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഹമാസിന്റെ ഭീകരനായ നേതാവായ ഖാലിദ് മിഷേലിനെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഇവരൊരു മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചു ഓൺലൈനിലൂടെ. ജൂതന്മാരെ മുഴുവനും ഉന്മൂലനം ചെയ്ത് ജൂതന്മാരുള്ള മണ്ണുകൂടി പിടിച്ചെടുത്ത ഇസ്ലാം മത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുന്നി ഭീകര സംഘടന ജനിക്കുന്നത്. അവരാണ് ഹമാസ്. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ പേരുകളിലാണ് ഓരോ രാജ്യങ്ങളിൽ ഇവർ അറിയപ്പെടുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അഫ്ഗാനിൽ ഇവരുടെ പേര് താലിബാനികൾ എന്നാണ്. ഇറാഖിലും സിറിയയിലും ഒക്കെ ഇവരുടെ പേരെന്താ? ഐസിസ് ഭീകരർ എന്നാണ്. പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ എന്നാണ്. സിറിയയിൽ അൽ ഖ്വയ്ദയുമുണ്ട്. ഇന്ത്യയിലോ പോപ്പുലർ ഫ്രണ്ട്, SDPI, സിമി. നമ്മുടെ നാട്ടിൽ ആർക്കും ഇതൊന്നും ഉറക്കെ പറയാൻ ധൈര്യമുണ്ട്? ഇവരുടെ പേരുകൾ, ഇവര് ചെയ്ത കൊലപാതകങ്ങൾ ഒന്ന് ഉറക്കെ പറയാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ ഭയക്കുകയാണ്. അഭിമന്യുവിന്റെ കേസ് ഫയലാണല്ലോ കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ടത്. അഭിമന്യുവിനെ കൊന്ന ക്യാമ്പസ് ഫ്രണ്ട് SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനയാണ് എന്ന് പറയാൻ ഇവർക്ക് ഭയമാണ്. അങ്ങനെ ഇത്തരം കൊലയാളികളെയും രാജ്യവിരുദ്ധരെയും സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ ഇവരാണ് ഈ സമൂഹത്തിലെ മതേതരത്വം തകർക്കുന്നത് എന്ന് പറയാൻ ഭയക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിലേക്ക് പുരോഗമന മലയാള മാധ്യമങ്ങൾ പോലും, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പോലും എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഹമാസ് നടത്തിയ ഭീകരതയേക്കാൾ ഭയാനകമാണ് ഇവരുടെ മൗനം. ഈ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിയെ ആദ്യം വീഴ്ത്തണം, എന്നാൽ മാത്രമേ ഈ രാജ്യത്തേക്ക് ഇവർക്ക് കയറാൻ പറ്റൂ. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും രാജ്യം ഭരിക്കുന്ന സർക്കാരിനുമൊന്നും ഇവരുടെ പേര് പറയാൻ ഭയമില്ല എന്ന് മാത്രമല്ല, ഇവരുടെ തീവ്രവാദങ്ങളെ തുറന്ന് പറയാനും ഇവർ രാജ്യത്തിനെതിരാണ് ഇവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ, രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ വിദേശ ഫണ്ടുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ സംഘടനയെ ബാൻ ചെയ്യാനും ധൈര്യമുള്ള ഒരു സർക്കാരാണ് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് എന്നതിൽ നമ്മൾ അഭിമാനിക്കണം. കാരണം ഇവരുടെ പേരുകൾ പറയാനോ മുഖ്യധാരയിലേക്ക് ഇവർ ചെയ്യുന്ന രാജ്യവിരുദ്ധതകളെ ചർച്ച ചെയ്യാനോ മാധ്യമങ്ങൾ ഭയക്കുമ്പോൾ, രാജ്യം ഭരിക്കുന്ന പാർട്ടി, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അത് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് അംഗീകരിക്കുകയല്ലാതെ തരമില്ല. നന്ദി.